ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾ ചോറ് പോകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട് വണ്ടിയില്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ അവിടെ എത്തിയിട്ട് കാണിച്ചാട്ടോ. ഇന്നത്തെ ഈ ഒരു പിക്നിക്ക് നമുക്ക് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു പിക്നിക്കാണ്. നമ്മൾ കോഴിക്കോട്ടിലേക്ക് പോകുന്നത്. കോഴിക്കോട്ടേക്ക് എടുക്കാൻ പോകണമെന്നൊന്നും അറിയില്ല. അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വ്ളോഗ് കൈയ്യെറിയിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വ്ളോഗിൽ ഫുള്ള് അയറിൻ്റെ ഭരണമായിരിക്കും. ഇപ്പോഴാട്ടോ ഈ ഒരു പിക്നിക്ക് ഒരു വൈബിൽ കയറിയത്. എനിക്ക് ഓൾറെഡി നജ്മ ഇല്ലാത്തതുകൊണ്ട് വലിയ വൈബ് കിട്ടിയിട്ടില്ല. നജ്മക്ക് വർക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല. ഇത് പെട്ടെന്നുണ്ടായതാട്ടോ. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഇത് പ്ലാൻ ചെയ്തത്. മച്ചൻ്റെ അമ്മായും ഫാമിലിയും പിന്നെ നുശ്രമേമയും നുബിമേമയാണ് ഉള്ളത്. അപ്പോൾ നമ്മളോട് 9 മണിയാകുമ്പോഴത്തേന് റെഡി ആകാൻ പറഞ്ഞിട്ട് 9 മണിയായപ്പോൾ സെറ്റായിട്ട് റെഡിയായി. ലാസ്റ്റ് മേക്കപ്പൊക്കെ ഒലിച്ച് പോയി. 11:30ക്കാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കാണിച്ചുരാവേ ഉള്ളിൽ എത്തിച്ചതിൻ്റെ ഒക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ ഇതാണ് നമ്മളെ സൂഫി. ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ വണ്ടി കഴിഞ്ഞ വോയിസ് ആയിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മൾ സൂഫി മന്തിക്ക് വന്നത് ഫുഡ് കഴിക്കാനാണെന്നുള്ളത്. അയാളീ പറഞ്ഞത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാനാണ്. പക്ഷേ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണമെന്നൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് സൂഫിയിൽ വരുന്നത്. ഞങ്ങളൊപ്പമുള്ളവരൊക്കെ കുറേ തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു വൈബും അറ്റ്മോസ്ഫിയറൊക്കെ നല്ല ഭംഗിയുണ്ട്. എൻ്റെ വ്ളോഗൊന്നും ആരും കാണൂലല്ലോ. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ്. ആസ് യൂഷ്വൽ എല്ലാവരും കഴിച്ചു തുടങ്ങി. ലാസ്റ്റ് ആയിരിക്കും ഞാൻ കഴിച്ചു തുടങ്ങുക. അതേപോലെ തന്നെയാണ് എപ്പോഴും ഉള്ളത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് ആലോചിക്കണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫൈനലി നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. പണ്ട് ആസ്പിസിൻ്റെ കൂടെ എന്താണ് ഹൈലൈറ്റ് മാൾക്ക്. അതിനുശേഷം പിന്നാണ് വരുന്നത്. കുറേ ഗ്യാപ്പുണ്ട്. എന്തായാലും നല്ല മാറ്റങ്ങളുണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ വണ്ടിയിൽ ഇത് റെൻറ്റിനെടുത്ത വണ്ടിയാട്ടോ. ബാക്കൊക്കെ AC കണക്ഷൻ കിട്ടണില്ല. നല്ല ചൂടുണ്ട്. പിന്നെ വയറ് ഫുള്ള് ദമ്മാണ്. പിന്നെ എൻ്റെ മടിയിരിക്കുന്ന സാധനം അതൊരു വല്ലാത്ത റേറ്റാണ്. റയർ പീസാണത്. തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പൂയി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അയറിനെയാണ് ഓർമ്മ വരിക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹൈലൈറ്റ് മാളിൽ ACക്ക് പോകുമ്പോൾ കിട്ടുന്ന ഫീല് അതൊരു വേറെ തന്നെ കേട്ടോ. ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ എനിക്കിങ്ങനെ കൈ അടിച്ചെടുക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഇബാമത്തെ 2 കയ്യിലും 2 ട്രോഫീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മാളിലിങ്ങനെ നടക്കുമ്പോൾ മാമകത്തിൻ്റെ ഷോപ്പ് കണ്ട് അവിടുന്ന് നുസ്ര മേമക്ക് ലിപ്സ്റ്റിക്കും പിന്നെ എയർ ഓയിലൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ കണ്ട് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കയറി. പേര് ഇഷ്ടപ്പെട്ടു. പേര് പോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ബാഗായാലും ഡ്രസ്സായാലും ഒക്കെ. ഇവിടുത്തെ കളക്ഷൻസൊക്കെ അടിപൊളിയാണ്. നമ്മൾ നോക്കിയിരുന്നു പോവും. അങ്ങനത്തെ കളക്ഷൻസാണ്. അങ്ങനെ എന്തായാലും മെച്ചിൻ നുസ്രമൊക്കെ അവിടെ ഡ്രസ്സ് ട്രയൽ ചെയ്തോക്കലും എടുത്തോക്കലും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ എനിക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻറ്റിയുടെ കൂടെയാണെങ്കിൽ മെമ്മയുടെ കൂടെയൊക്കെ ചാടി ഇറങ്ങി പോകുന്ന ആളാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടുക്കും. അതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടുത്തു. സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ്. കളക്ഷൻസൊക്കെ നമുക്കിങ്ങനെ നോക്കി ഇരിക്കാൻ തോന്നുമെങ്കിലും തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് ആൾക്കാർ ഈ ഷോപ്പിങ്ങിനോടെ മടുത്തവരൊക്കെ മേലെ ഫുഡ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂഫി മന്തിയിൽ നിന്ന് ഒരു കുനാഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് മാളിൽ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കുറേ നേരം ബാഗിൽ വെച്ചത്. ഇപ്പോൾ അത് ഉച്ചയ്ക്ക് വാങ്ങിയ സംഭവമാണ്. ഇപ്പോൾ വൈകുന്നേരം കുറേ ടൈം ആയിട്ടുണ്ട്. അല്ലിനാണെങ്കിൽ ഭയങ്കര കുനാഫ കഴിക്കൊരു സമാധാനമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് സ്പോട്ടിലെത്തി. മെച്ചിയും സീനമ്മയും നുസ്രമേമയും കയറി വരുന്നേ ഉള്ളൂ. കയ്യിൽ കവറൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്.
അപ്പോൾ കുറേ കാലമായിട്ട് കുനാഫ കഴിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു. അങ്ങനെ കുനാഫ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഡെസേർട്ടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാവരും എനർജി നന്നായിട്ട് വന്നത് നമ്മൾ സ്നോ പാർക്കിലേക്ക് പോവാമെന്ന് പറഞ്ഞപ്പോഴാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റായി. സ്നോ പാർക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം തരാതെയായിരുന്നു. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഇവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും മച്ചിലെല്ലാം ഫസ്റ്റായിട്ടാണ് സ്നോ ഫാൻറ്റസിക്ക് കയറാൻ വേണ്ടി പോണത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം പോകല്ലേ, അപ്പോൾ അതിനുള്ളിലേക്ക് കയറിയപ്പോൾ വേറെ ലോകത്തെത്തിയ പോലെയായിരുന്നു. പിന്നെ എല്ലാവരും ഓരോ റൈഡൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ നമ്മൾ കണ്ടത് നുബേമനെയും ഐറിനെയാണ്. മെച്ചൊക്കെ ചെയ്യുന്ന വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ കാണുന്നുണ്ട് നമ്മൾ കുറേ മുമ്പ് പോയതാണ്. അങ്ങനെ സ്നോ പാർക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരും വേറൊരു വൈബിലെത്തി. കാരണം നല്ല തണുത്ത് നമ്മുടെ ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ ഇപ്പോഴത്തെ മീൻസ് അന്ന് ഞങ്ങൾ പോയത് അറ്റ്മോസ്ഫിയർ ഭയങ്കര ചൂടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു നല്ല തണുപ്പത്ത് നിന്നപ്പം ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവരും കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.